കാവ്യശികയുടെ കവിമുറ്റം ആരംഭിക്കുകയാണ്. കവിമുറ്റം എന്നുള്ളത് ഒരു ഒറ്റ കവി മാത്രം പങ്കെടുക്കുന്ന പരിപാടിയാണ്, ഗസ്റ്റായിട്ട്. ആ കവിയുടെ വീട്ടിലാണ് ഈ പരിപാടി നടക്കുന്നത് മിക്കവാറും. അപ്പോൾ അതിനൊരു സങ്കല്പം, ഒരു കവിയുടെ വീട്ടുമുറ്റത്ത് കവിയും സുഹൃത്തുക്കളും സഹൃദയരും ഒത്തുചേർന്നിരിക്കുക എന്നുള്ളതാണ്. ആ ചോദ്യങ്ങളായി, സംഭാഷണങ്ങളായി, ഔപചാരികമല്ലാതെ ഒരു കവിയുടെ ആവിഷ്കാരങ്ങൾ എന്ന നിലയ്ക്കാണ് ഈ പരിപാടി നടക്കുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് KG കണ്ണൻ്റെ വീട്ടിലാണ്. അദ്ദേഹമാണ് ഇന്ന് കവിമുറ്റത്തെ കവി. KG കണ്ണൻ, നമുക്കറിയാം, എല്ലാ കവികളും വളർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. ഒരു കവിയും അറിയപ്പെടുന്ന വേറെ ചില സ്ഥാപനങ്ങളുടെ പേരിലാണ്. ഇപ്പം ചില യൂണിവേഴ്സിറ്റികളുടെ പേര്, ചില കോളേജുകളുടെ പേര്, ഇന്ന കോളേജിൻ്റെ പ്രൊഡക്റ്റ്, ഇന്ന യൂണിവേഴ്സിറ്റിയുടെ പ്രൊഡക്റ്റ് എന്നൊക്കെ കവികളെ കുറിച്ച് പറയും. ബാലേന്ദ്ര ചുള്ളിക്കാട് മഹാരാജാസ് കോളേജ് മഹാരാജാസിൻ്റെ പ്രൊഡക്റ്റാണ്, ഞാൻ കേരളവർമ്മയുടെ പ്രൊഡക്റ്റാണ്. KG കണ്ണൻ ആളുടെ പ്രൊഡക്റ്റാണ്. KG കണ്ണൻ അന്തിക്കാട് എന്ന ഗ്രാമത്തിൻ്റെ പ്രൊഡക്റ്റാണ്. അന്തിക്കാട് എന്ന നാടിൻ്റെ എല്ലാ പ്രകൃതവും സ്വത്തും KG കണ്ണനുണ്ട്. ഈ നാട് നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമരഭൂമിയാണ്. വലിയ പോരാട്ടങ്ങൾ നടന്ന മണ്ണ്. ആ ഒരു സമര പൈതൃകം കണ്ണനുണ്ട്. ആ സമരവീര്യവും കണ്ണനുണ്ട്. ചുവന്ന മണ്ണാണ് അന്തിക്കാട്. ആ ചുവപ്പ് കണ്ണനുമുണ്ട്. ഈ ഇന്നത്തെ കവി മുറ്റം നടത്തുന്നത് ടി മുല്ലനേഴിയാണ്. മുല്ലനേഴിയുടെ ഒരു ശിഷ്യനായിട്ടാണ് ഞാൻ അറിയപ്പെടുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയും, മുല്ലനേഴിക്കുള്ള ഏതാണ്ട് എല്ലാ പ്രകൃതവും ഈ KG കണ്ണനുമുണ്ട്. അതുകൊണ്ട് തന്നെ മുല്ലനേഴി ടീമിൻ്റെ ഒരു ശക്തനായ വക്താവായിട്ടാണ് തുടക്കം മുതൽ അദ്ദേഹം കാവ്യശികയിൽ നിൽക്കുന്നത്. എന്താണ് കണ്ണൻ്റെ സവിശേഷത? ഒന്ന്, വളരെ ഗ്രാമീണമായ ഒരു എഴുത്താണ്, ഗ്രാമീണമായ ഭാഷയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഷയിൽ നിന്നാണ് KG കണ്ണൻ തൻ്റെ കാവ്യഭാഷയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഈ നാട്ടിലിരുന്നുകൊണ്ട് ഒരാൾ ലോകം കാണുന്നത് എന്താണ് എന്നുള്ളതാണ് തൻ്റെ കവിതയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ സത്യസന്ധമായൊരു കാവ്യ ജീവിതമാണ് കണ്ണനുള്ളത്. ഉള്ളിലൊന്നും മറച്ചു വയ്ക്കുകയോ മുഖംമൂടി വെച്ച് പെരുമാറുകയോ ചിരിക്കുന്ന ഒരാളല്ല. ഉള്ളിൽ തോന്നുന്നതെല്ലാം തൻ്റെ അത് ഏറ്റവും പരുഷമായ തരത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ ആവിഷ്കരിക്കാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു നാട്ടുമ്പുറത്തുകാരൻ്റെ പ്രകൃതമാണ് KG കണ്ണനുള്ളത്. എന്തുകൊണ്ട് കണ്ണൻ എന്ന ചോദ്യം കാവ്യശികയിൽ ഒട്ടും പ്രസക്തമല്ല എന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് KG കണ്ണൻ ഇത്ര വൈകിയത് കവിമുറ്റത്ത് വരാൻ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതിപ്പോൾ ശരിക്കും മുറ്റത്താണ്. ചാക്കോടി അന്തിക്കാട് ക്യാമറയുടെ പുറകിലുള്ള പ്രതിഭ ഇരിക്കുന്ന മുറ്റത്ത് തന്നെയാണ്. അന്തിക്കാടിൻ്റെ ആ ഒരു സമരഭൂമിയിൽ ആണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കണ്ണൻ്റെ കവിതയ്ക്ക് കാതോർക്കുക. കണ്ണൻ കവിതയെക്കുറിച്ചും തൻ്റെ നാടിനെക്കുറിച്ചും കവിതയിൽ എത്തിപ്പെട്ടതിനെക്കുറിച്ചും തൻ്റെ ജീവിതത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും ജയങ്ങളെക്കുറിച്ചും തോൽവികളെക്കുറിച്ചും പറയും. അപ്പം സ്നേഹത്തോടു കൂടി കാവ്യശികയിലെ ദൂരസ്ഥരായ എല്ലാ സുഹൃത്തുക്കളുടെയും ശ്രദ്ധ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് KG കണ്ണനെ കവിത ചൊല്ലാൻ, സംസാരിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സ്നേഹം, സന്തോഷം. രാവണേട്ടൻ, അതുപോലെ ചാക്കോ മാഷ്, വിനോദ്, എല്ലാവരും കൂടെ ഉണ്ട്. ലൈവായിട്ട് തന്നെ എല്ലാവരും ഉണ്ട്. ഇതിനു മുമ്പ് നമ്മൾ 2-3 സ്ഥലത്തൊക്കെ നടത്തിയിട്ടുണ്ട് കവിമുറ്റം. നമ്മളൊരു മുഴുവൻ ഓൺ പരിപാടിയാണ്. അപ്പോൾ അത് എനിക്കിത് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ഞാൻ തന്നെ കൗശിയോട് അങ്ങനെ നന്ദി രേഖപ്പെടുത്തണം. പിന്നെ ഞാൻ കവിത എഴുതാന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കവിയായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എന്നാലും നമുക്ക് നമ്മളൊരു അടയാളപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പോകണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എഴുത്ത് തുറന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ രാവണ്യാണൊക്കെ ആദ്യം ഞങ്ങൾ ഒരു കവിയരങ്ങിനൊക്കെ പങ്കെടുത്തിട്ടുള്ളതാണ്. ആദ്യമായിട്ട് രാവണ്യാണയുടെ കൂടിയാണ് കവിയരങ്ങിൽ പങ്കെടുക്കുന്നത്. അന്ന് മുഴുവൻ മാഷുണ്ടായിരുന്നു, ഏങ്ങൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ കവിത ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് രാവണ്യാണയുടെ മുമ്പിൽ വെച്ചിട്ടാണ്. അന്ന് മാങ്ങാട്ട് സ്കൂളിൽ ശാസ്ത്രാർത്ഥ പരിഷത്തിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയുള്ള അനുബന്ധ പരിപാടികളാണ്.
അതിൽ എൻ്റെ ഒരു കവിത സുവനീറിൽ ഒരു കവിത പ്രസിദ്ധീകരിച്ചു. ആ കവിത ഞാൻ ആദ്യമായിട്ട് വായിക്കാം. എൻ്റെ ആദ്യം വന്ന പ്രസിദ്ധീകരണത്തിൽ വന്നൊരു കവിതയാണ് അത്. പിന്നെ വി എസ് സുനിൽകുമാർ നവജീവൻ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ട്, മാസിക. അന്ന് അതിൻ്റെ എഡിറ്ററായിരുന്നു. അന്ന് ആൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അത് പ്രസിദ്ധീകരണം ചെയ്തിട്ടുണ്ടായി. ആദ്യമായിട്ട് അച്ചടിച്ച് വന്ന ഒരു കവിത അതാണ്. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ഒന്ന് ഇവിടെ വായിക്കാം. ആ കവിതയുടെ പേര് കവല എന്നാണ്. ആ കവിത എങ്ങനെയാണ്? കവല. ഇടത്തോട്ടുള്ള വഴി ചമ്മൺ പാതയാണ്. ആമ്പൽ പൂത്തു നിറഞ്ഞ പാടങ്ങളും അക്കരെ തകര വെളിച്ചങ്ങളും ചിറ കുത്തി വലിച്ച നാളുകളുടെ കഥ പാടുന്ന സംഗീതങ്ങളുമാണ്. ചാണകത്തറകളിൽ കുനിഞ്ഞിരുന്ന് അക്ഷരം പെറുക്കുന്ന ബാല്യങ്ങളാണ്. നടുനിവർത്തി മയങ്ങുന്ന വർത്തമാനങ്ങളാണ്. നീർക്കോലിയും തവളയും ചങ്ങാതികളുമാണ്. വലത്തോട്ടുള്ള വഴി 4 വരി പാതയാണ്. ഉരുകി വീഴുന്ന സോഡിയം വെളിച്ചം ചുറ്റിലും. നിരന്ന ചട്ടികൾ നിറയെ ഓർക്കിഡുകളാണ്. ദീർഘചതുരത്തിൽ കത്തുന്നത് മാദക മടോണകളാണ്. ആംഗലേയം ഉരുവിടുന്നത് മുട്ടുറയ്ക്കാത്ത ബാല്യങ്ങളാണ്. സ്പോഞ്ച് കിടക്കയിൽ കൂർക്കം വലിക്കുന്ന അബോധങ്ങളാണ്. ദുരിതങ്ങളുടെ മഴ തോരാതെ പ്രളയത്തിൽ അമരുകയാണ് കവല. അങ്ങനെ ഒരു കവിതയാണ് ആദ്യമായിട്ട് ഞാൻ എഴുതിയൊരു കവിത, പ്രസിദ്ധപ്പെടുത്തിയ കവിതയാണ്. അത് ഒരുപാട് ആൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ്. അതിനെക്കുറിച്ച് പലരും സംബന്ധിച്ചിട്ടുണ്ട്. അന്ന് തന്നെ എൻ്റെ രാഷ്ട്രീയ ചായ്വ് അതിൽ പ്രകടമായി കാണാം. പിന്നീട് കവിതകൾ അങ്ങനെ ഞങ്ങൾ